ഹലോ, ഗുഡ് മോർണിംഗ്, ശുഭദിനം. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ? എല്ലാവരും അടിച്ചു പൊളിച്ചോ? എല്ലാവരും ഹാപ്പി അല്ലേ? ഓണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് അവധി ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓഫീസിലും സ്കൂളിലൊക്കെ പോയോ? അപ്പോഴേ എനിക്കിന്നൊരു വിസ തട്ടിപ്പിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എന്നെ ഫോളോ ചെയ്യണം. അതായത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് തൊട്ടാൽ എൻ്റെ വീഡിയോസൊക്കെ കിട്ടും. എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഞാൻ എൻ്റെ ഭാഷയിൽ ഞാനായി തന്നെയാണ് സംസാരിക്കുന്നത്. എൻ്റെ അനുഭവങ്ങളൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്യണം കേട്ടോ. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മക്കൾ, പിന്നെ എൻ്റെ കൂട്ടുകാർ എല്ലാവരും എന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ പറയുന്നത് ഒരു വിസ തട്ടിപ്പ്. എനിക്കൊരു 10 വർഷം മുമ്പേ എൻ്റെ മകൻ കല്യാണമൊക്കെ കഴിക്കണതിന് മുമ്പ് അവന് ജോലി ഇവിടെ ഹോട്ടൽ ഷെഫാണ്, പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു ബേസിൽ അവന് ജോലിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒരു ഏജൻസി വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ച്, വൈഗ എക്സിം എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ തോപ്പുംപടിയിൽ ഒരു ഓഫീസുണ്ടായിരുന്നു. അവർക്ക് അവിടെ ചെന്ന് പെട്ട് എൻ്റെ മകൻ. അവൻ്റെ ഫ്രണ്ട്സ് ആരോ പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പം അവൻ പറഞ്ഞു, മമ്മി ഇങ്ങനെ 7 ലക്ഷം രൂപ കൊടുത്താൽ ന്യൂയോർക്കിൽ കൊണ്ടുപോകാനുള്ള ഒരു ജോലിയുടെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല കാര്യമല്ലേ, എൻ്റെ മകനും എനിക്കും അവൻ്റെ ഫാമിലിയൊക്കെ ആകും. അപ്പോൾ അവർക്കൊരു വീടൊക്കെ ആകും. ഞങ്ങൾക്ക് വീടില്ല, വാടകയ്ക്ക് താമസിക്കുക ഒക്കെ ആകുമല്ലോ, ഞങ്ങൾ രക്ഷപ്പെടുമല്ലോ എന്നോർത്ത് നമ്മൾ ഉണ്ടായ പൈസയൊക്കെ തപ്പിപ്പെറുക്കിയെടുത്ത് കടവും വാങ്ങിച്ച് 2.5 ലക്ഷം രൂപ കൊടുത്ത് അവർക്ക് ഒരു എഗ്രിമെൻറ്റും വെച്ച്, പിന്നെ ഒരു ചെക്ക് ലീഫും തന്ന് ബാക്കി 4 ലക്ഷം ജോലി കിട്ടിയിട്ട് തന്നാൽ മതി, അവിടെ ചെന്നിട്ട് തന്നാൽ മതി എന്നും പറഞ്ഞ് ഇവരത് വാങ്ങിച്ചിട്ട് പോയിട്ട് പിന്നെ ഇത് നമ്മൾ അന്വേഷിക്കുമ്പോൾ വരട്ടെ പാസ്പോർട്ടും കൊണ്ടുപോയി. പാസ്പോർട്ടും ഇല്ല. വരട്ടെ എന്ന് പറഞ്ഞു. വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. ഇവരെ പോലീസ് പിടിച്ചു. ഇവർ ഇത് തന്നെ ചതിവായിട്ട് ഇങ്ങനെ ഇരിക്കണം, വഞ്ചിച്ച് മറ്റുള്ള പിള്ളേരെയും ഇതുപോലെ ചീറ്റ് ചെയ്ത്, കുറേ അനേകം കുട്ടികളെ ഇതുപോലെ ചീറ്റ് ചെയ്ത് അവരൊക്കെ കേസ് കൊടുത്ത് ഇവരെ ഇവർ പെട്ടപ്പോൾ ടി വിയിൽ ന്യൂസ് വന്നു, പേപ്പറിൽ വന്നു. അപ്പോൾ എൻ്റെ മരുമകൻ ഇത് കണ്ടപ്പോൾ, മമ്മി ഇന്ന ആളെ ഇന്ന സ്ഥലത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മരുമകനും മകനും കൂടി ചേർന്നിട്ടാണ് ഇത് കൊടുത്തത്. അന്ന് ഞാനിതിൽ ഇൻവോൾവ് അല്ല, ഞാൻ പൈസ കൊടുത്തൊന്നും മാത്രമേ ഉള്ളൂ, അതിനുള്ള ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ മകൻ്റെ ജോലിയായിട്ട് എൻ്റെ മകൻ്റെ പേരിലാണ് കൊടുത്തത്. ബാങ്കിൽ നിന്ന് എടുത്ത് ക്യാഷ് എടുത്ത് ചെക്ക് ആക്കി കൊടുത്തതാണ്. അപ്പോൾ ഇവരെ ചെന്ന് കണ്ടപ്പോൾ ഇവർ പറഞ്ഞ് പാസ്പോർട്ടൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാസ്പോർട്ട് ഇല്ലാതെ പാസ്പോർട്ട് എന്താ പിന്നെ പുഴുങ്ങി തിന്നോന്ന് ചോദിച്ചു. പാസ്പോർട്ട് ഞാൻ തന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു മനുഷ്യന് ഒരു പാസ്പോർട്ടിൻ്റെ ആവശ്യമുള്ളൂ, നിങ്ങൾ പാസ്പോർട്ട് തന്നിട്ടില്ല, പാസ്പോർട്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പിടിച്ച് അവർ 2-3 പ്രാവശ്യം കയറി ഇറങ്ങി സ്റ്റേഷനിൽ ഇവർ വന്ന് എനിക്ക് പോലീസുകാർ ഈ പാസ്പോർട്ട് തന്നു, പൈസ തരാമെന്ന് പറഞ്ഞു. അവരൊരു ടൈം പറഞ്ഞ് തന്നില്ല. അപ്പോൾ പോലീസും കമ്മീഷണർ അടുത്തവരെ ഞാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ അവരും പറയണത് കേസാക്കാനേ പറ്റുള്ളൂ, നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കേസാക്കാനായിട്ട് അന്നത്തെ സാഹചര്യം എന്നെ അനുവദിച്ചില്ല. എൻ്റെ മകൻ അന്ന് പറഞ്ഞു, ഞങ്ങൾ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, അവരെ കൂടി ഞാൻ പോയി ചോദിച്ചോളാം, അതിനുള്ള എനിക്കുണ്ട്. എൻ്റെ മകൻ നല്ലൊരു സൈസാണ് ഒക്കെ ആണ്. പക്ഷേ ഓരോ അമ്മയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. എൻ്റെ മകൻ ആൺകുട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അവനെ ആർക്കെങ്കിലും കൊല്ലാൻ കൊടുക്കാൻ പറ്റില്ല. എനിക്കൊരു മോനേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ മകൻ്റെ ജീവനാണ് എനിക്ക് വലുത്, എനിക്ക് കാശല്ല, ഈ 2.5 ലക്ഷം രൂപയല്ല, എൻ്റെ മകൻ്റെ ജീവനാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ പോകാൻ പറ്റൂല, നീ പോകരുതെന്ന് പറഞ്ഞു. അവനെന്തോ ചെന്നപ്പോഴത്തേക്ക് ഒരു 50,000 രൂപയായിട്ട് അവർ കല്യാണമായപ്പോൾ കൊടുത്തു. അല്ലാതെ അവരെനിക്ക് ബാങ്ക് വഴി അവരെനിക്ക് 10, 5 ആയിട്ട് 1 ലക്ഷം രൂപ അടുത്ത് തന്നിട്ടുണ്ട്. ബാക്കി ഇനിയും തരാണ്ട് 1.5 ലക്ഷം ഉണ്ട്. ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഇവർ തന്നതിൻ്റെ, ഇനി തരാനുള്ളതിൻ്റെയും ഉണ്ട്. അപ്പോൾ എനിക്കത് വെച്ച് വേണമെങ്കിൽ കേസിന് പോകാം. ഞാൻ അപ്പോൾ ഇനി ഒന്നിനും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരോട് ദൈവം ചോദിച്ചോട്ടെ, ഇവരുടെ തലമുറകൾ ഇനിയും ഉണ്ടാവും. ഇവർ കല്യാണം കഴിച്ചതാണെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹോദരന്മാരുണ്ടെങ്കിൽ, ഇവരുടെ പിൻതലമുറ ഇനി ഉണ്ടെങ്കിൽ അവരൊക്കെ കിടന്ന് അനുഭവിക്കും. ഈ വിധവയുടെ ഞങ്ങളൊരു കുടുംബം കൂടി ഇല്ലാതെ ജീവിച്ച സാഹചര്യത്തിലാണ് നമ്മൾ ഈ പൈസ എടുത്ത് കൊടുക്കുന്നത്. വാടകയ്ക്ക് താമസമുണ്ട്. അപ്പം ഇതുപോലെ എത്രയോ മാതാപിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് അവർ പൈസ വാങ്ങിച്ചിട്ടുണ്ടാവും. എത്രയോ പാരൻസ് അവരുടെ വീട് വിറ്റും, വീട് പണയപ്പെടുത്തിയും, സ്ഥലം പണയപ്പെടുത്തിയും, കടം വാങ്ങിച്ചും, ബാങ്ക് ലോൺ എടുത്തും. ഇപ്പം ബാങ്ക് ലോൺ കിട്ടുന്നുണ്ട് പഠിക്കുന്ന പിള്ളേർക്ക്, എടുത്ത് പറഞ്ഞു വിടുന്നുണ്ടാവും.
അപ്പോൾ ഇതുപോലെയുള്ള ലീന പിന്നെ ലീനമാര്, ഇതുപോലെയുള്ള ലീന എന്താ അവരുടെ പേര്, ഭവാനി, ലീന ഭവാനിമാരെ നമ്മൾ സൂക്ഷിക്കണം. ഇനിയുള്ള മക്കളോട് എനിക്ക് പറയാനുള്ളത്, സൂക്ഷിക്കണം മക്കളെ, വളരെയധികം സൂക്ഷിക്കണം. നിങ്ങൾക്ക് ജോലി ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് പറ്റിയ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് ജീവിക്കുക. ഇല്ല നിങ്ങൾക്ക് പുറത്ത് പോകണം, കുറേ കൂടി പൈസ സമ്പാദിക്കണമെങ്കിൽ വിശ്വസ്തയോടെ ചെയ്യുന്ന സ്ഥാപനങ്ങളും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. വിശ്വസ്തയോടെ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ചെന്ന് നമ്മൾ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഇതുപോലെയുള്ള ഭവാനിമാരുടെ ഇടയിലൊന്നും ചെന്ന് നിങ്ങൾ പെടലെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളിത് മനസ്സിൽ വെക്കണം. ഓരോ ചതിയിലും ചെന്ന് പെടുന്ന മക്കൾ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ ഉണ്ടാവും. അച്ഛനമ്മയെ പറയുമ്പോൾ പറയും ഒന്നും സാരമില്ല, എനിക്ക് ജോലി ആവശ്യമുള്ളൂ എന്ന് പറയും. അച്ഛനന്മാരെയും ധിക്കരിച്ചിട്ട് ജോലിക്കായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളുടെ ഓരോ പൈസയും, നമ്മൾ ജോലി എടുക്കുന്ന പൈസയാണ്, ഓരോ പൈസക്കും അതിൻ്റെതായ മൂല്യമുണ്ട്. അപ്പോൾ നിങ്ങളത് ചിന്തിച്ച് പെരുമാറണം മക്കളെ, കേട്ടോ. അതാണ് അമ്മയ്ക്ക് പറയാനുള്ളത്, ഈ സഹോദരിക്ക് പറയാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മുന്നോട്ട് പോകണം.